ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. റോമാലേഖനം 15-ാം അധ്യായം 2-ാമത് വാക്യം, നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്കു വേണ്ടി പ്രസാദിപ്പിക്കണം എന്ന പദമാണ്. അത്യുന്നതനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവർക്ക്, വിശേഷാൽ കൂട്ടുകാർക്ക്, സ്നേഹിതന് നന്മ ചെയ്യുന്നവരായി തീരണമെന്നും, നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായി തീരുവീൻ എന്നുള്ള വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നാം മറ്റൊരാളിനെ അനുഗ്രഹിക്കുമ്പോൾ നാമും അനുഗ്രഹിക്കപ്പെടുന്നു എന്നതുപോലെ നാം കൂട്ടുകാരന് നന്മ ചെയ്യുമ്പോൾ നാമും നന്മയ്ക്ക് അർഹരായിത്തീരുന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. 41-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്നുള്ള പദമാണ്. ദരിദ്രരായ എളിയവരായ ആളുകളോട് നാം കാണിക്കുന്ന കരുണയ്ക്ക് നമുക്ക് പ്രതിഫലം ദൈവം നൽകുന്നു എന്ന പദമല്ലേ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് നാം കടന്നു വരുമ്പോൾ 30 മുതൽ 37 വരെ വാക്യങ്ങൾക്കകത്ത് വഴിയാത്രയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യന് പുരോഹിതനും ലേവ്യനും ഒക്കെ കരുണ കാണിക്കാതെ കടന്നു പോകുമ്പോൾ ഒരു ശമരിയക്കാരൻ ആ വഴി കടന്നു വന്ന് ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനോട് കരുണ കാണിക്കുകയും നന്മ ചെയ്യുകയും ചെയ്തതുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണ പൂശി വീഞ്ഞ് പകർന്ന് മുറിവുകളൊക്കെ കെട്ടി തന്നെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന നന്മകൾ നൽകുകയും ചെയ്യുന്ന ഒരു ശമരിയക്കാരനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. കർത്താവായ യേശു പറയുകയാണ്, ഞാൻ വഴിമധ്യത്തിൽ കിടക്കുന്നവന് വേണ്ടതൊക്കെ കൊടുക്കുന്നവനാണ്. നിങ്ങൾക്ക് എൻ്റെ സ്നേഹിതന്മാരാകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരായി തീർന്നാൽ മതി എന്നൊക്കെ പറയുന്ന പദങ്ങളാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതും നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും ആ തലത്തിൽ നാം നന്മ അനുഭവിക്കുന്നവരുമായി തീരേണ്ടതിന് ഓരോ ദിവസങ്ങളും നമുക്ക് നമ്മാലാവോളം നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കാം. അത് നമ്മുടെ നന്മയ്ക്കും കാരണമായി തീരേണ്ടതിന് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും ആ തലത്തിൽ ഞങ്ങൾ
നന്മ അനുഭവിക്കുന്നവരുമായി തീരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ദൈവം മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.